വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ് ലീവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയുക, രാവിലെ കുറച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ അടുപ്പത്തിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവർക്ക് കുളിക്കാനും അതേമാതിരി ചോറിനും ഒക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അടിച്ചു വരാനും തുറക്കാനൊക്കെ നിന്നു. അപ്പോഴത്തേക്കും ആ ചോറിന് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇട്ടു. പിന്നെ കറണ്ടില്ല കേട്ടോ. ഇവിടെ ഇന്നിപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ കറണ്ടേ ഇല്ല. അപ്പോൾ അവർക്ക് കുളിക്കാൻ അടുപ്പത്ത് തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടടുപ്പാണ് കത്തിച്ചപ്പോൾ വേഗം എല്ലാ സംഭവങ്ങളും വേഗം ആയി കിട്ടിയിട്ടോ. നമ്മളെ പുതിയ അടുപ്പാണെങ്കിൽ നന്നായിട്ട് കത്തുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെന്ത് വരുന്നത് തേമ്പി കൊടുക്കുന്നുണ്ട്. അതാണ് ആ മണ്ണിൻ്റെ കളറ്. അതിന് നമുക്ക് കരി തേക്കണം കേട്ടോ. അവിടെ കരി പൊടിച്ചിട്ട് കറുപ്പ് കളറാക്കും. അപ്പോൾ അതിൻ്റെ ആ വിള്ളലൊക്കെ ഒന്ന് നിന്നിട്ട് വേണം തേക്കാൻ. പിന്നെ ഞാൻ ചെറുപയറാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് ചൂടായി തിളക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അത് നമുക്ക് സൈഡിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ കുട്ടികൾ എണീച്ചിട്ടില്ല കേട്ടോ. പിന്നെ അവരെ വിളിച്ച് എണീപ്പിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം, അവരെ കുളി കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ മാഗി പറഞ്ഞിട്ട് മാഗി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കൊടുക്കണം. പിന്നെ ദോശയും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ വെള്ളം എടുത്തിട്ട് നമുക്ക് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ചെറുപയർ വെച്ച് കൊടുക്കാം. ഞാൻ തേങ്ങ അരക്കുന്നൊന്നുമില്ല, താളിച്ചെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വരും ചെയ്തിട്ടു. എന്നാലും താളിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചെറുപയർ ഞാൻ ഇന്നലെ തലേന്ന് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് തിളച്ച് വരുമ്പോഴും അതിലേക്ക് പച്ചമുളകും തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മുറിച്ചിടുകയാണ്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും കടുകും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എഴുതാനെന്തേ തന്നിക്കണോ? എഴുതാനെന്തേ തന്നിക്കണോ? എഴുതിക്കണോ? എപ്പോ? അപ്പോൾ ചോറും ഏകദേശം വേവാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കറിയിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടിയാണ് വെക്കുന്നത് കേട്ടോ. ഒന്നുകൂടി ഒന്ന് വെന്ത് ശരിയാവാൻ വേണ്ടിയിട്ട്. കുട്ടികൾ അപ്പോഴത്തേക്ക് എണീച്ച് പല്ലൊക്കെ തേച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിനി വെള്ളമൊക്കെ ഒന്ന് അവർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അവരെ കുളിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. അവരെ ഒറ്റയ്ക്ക് കുളിച്ചോളൂ കേട്ടോ. പിന്നെ 8:40 ബസ് വരുന്നതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒഴിവായിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ബസ് വേഗം വരുള്ളൂ. അപ്പോൾ വേഗം കടിയും കറിയും അതേമാതിരി ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഇന്നലെ രാത്രി നല്ല വൈകുന്നേരം തന്നെ ഞാൻ മുരിങ്ങൻ്റെ ഇല കുറേ ദിവസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് താളിക്കാൻ വേണ്ടിയിട്ട് താളിക്കാനല്ല ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഒന്നിനും നേരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉപ്പേരിയും വെക്കണം. അപ്പോൾ കുട്ടികൾക്ക് കുളിക്കാനുള്ളത് ഓരോരുത്തർക്കായിട്ട് വെള്ളം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ.
ആ വലിയ ചട്ടി എടുത്തിട്ട് അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാഗി കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് തന്നെ അങ്ങനെ പറയുകയാണ് കേട്ടോ, അതൊന്നും ഉണ്ടാക്കിയെന്ന് അടുപ്പൊഴി ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ അധികം ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടാലറിയാം, ഞാൻ ഈ മൺകാലത്തിൽ അങ്ങനെ വറുത്ത് വെക്കാറില്ല ചോറ് കേട്ടോ. കാരണം അതിലിരുന്ന് വേവ് വരുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അധികം വേവ് പറ്റില്ല കേട്ടോ. ഒരുവിധം വേവാകുമ്പോഴത്തേനും നമ്മൾ വാർക്കാറാണ്. അപ്പോൾ വേറൊരു കലത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ വാർക്കാറാണ് കേട്ടോ പതിവ്. ഇത് പിന്നെ ഞാനിപ്പോൾ വേറെ ആക്കി പാത്രങ്ങൾ പരത്തിയാൽ നമുക്ക് കഴുകാനുള്ള ഒരു ടൈമും ഇല്ല. എനിക്കും പോകണം, മക്കളെയും പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള മടി കൊണ്ടും സമയക്കുറവ് കൊണ്ടുമാണ് ഇങ്ങനെ വാർത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ ഗ്ലാസ് അവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നത് കാരണം പിന്നെ അത് എന്താ പറയുക, മൂടി തുറന്ന് ചോറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാനിതാ കറി അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കടി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മാഗി ഉണ്ടാക്കാൻ നിന്നത്. കാരണം പെട്ടെന്ന് മാഗി ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചതിന് ബാക്കി മാവാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തലേ ദിവസം അപ്പം ഉണ്ടാക്കാൻ വേണ്ടി സീയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കറണ്ട് വന്നപ്പോൾ വേഗം അരി പകുതി അരച്ചിട്ട് ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ വിക്രസാണ് കേട്ടോ. ഞാൻ എന്തിനോ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ക്യാമറയൊക്കെ ഓണാക്കി ഒരു എണ്ണപ്പാത്രമൊക്കെ എടുത്ത് ചട്ടിയിലൊക്കെ വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ മനുവിൻ്റെ പരിപാടിയാണ്, വേറെ ആരും അങ്ങനത്തെ പരിപാടിയൊക്കെ കാട്ടില്ല. പിന്നെ ഞാൻ ചൂടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കണമെങ്കിൽ പോയി കുളിച്ചു വന്നിട്ട് അവനെ പറഞ്ഞയച്ചിട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കാണ് ഞാൻ വിചാരിച്ചത്. അധികം മറ്റേ ദോശയും കൂടി പാർന്നതുകൊണ്ട്, മറ്റേ അരി കൂടി പാർന്നതുകൊണ്ട് ചിലപ്പോൾ പൊന്തലുണ്ടാവില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ നന്നായിട്ട് പൊന്തുന്നൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ പുളിയൊക്കെ കുറേ കുറഞ്ഞു ഞാൻ മറ്റേ അരി അരച്ച് ചേർത്തപ്പോൾ. ഞാൻ തൊട്ടില്ലേ